തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 23 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. എഫെസ്യർ 4 അധ്യായം 17 മുതൽ 24 വരെയും വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 43 മുതൽ 51 വരെയും തിരുവചനങ്ങൾ. വിശേഷാലും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. യേശുവിനെ നഥാനയിൽ കണ്ടുമുട്ടുന്ന അനുഭവമാണ് സുവിശേഷം എന്ന് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരാണല്ലോ നാം. ക്രിസ്തുജനനം ആഘോഷിക്കാനായി ഒരുങ്ങുന്ന വേളയിൽ ക്രിസ്തുവിനെ ജീവിതാനുഭവമാക്കി മാറ്റാൻ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് നഥാനയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന അനുഭവം. നഥാനയിലിനോട് യേശുവിനെ കുറിച്ച് പറയുന്നത് ഫിലിപ്പോസാണ്. ഫിലിപ്പോസ് പറയുന്നത്, നഥാനയിൽ ഞങ്ങൾ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ കണ്ടു, അവനാണ് മിശിഹാ എന്നാണ്. അത് കേൾക്കുന്ന നഥാനയിൽ വിശ്വസിക്കുന്നില്ല. അവൻ സംശയിക്കുക, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? വന്ന് കാണുക എന്ന് പറയുന്നു. നഥാനിയേൽ യേശുവിനെ കാണാനായിട്ട് ചെല്ലുന്നു. യേശുവിനെ കണ്ടുമുട്ടുന്ന വേളയിൽ നഥാനിയേൽ അനുഭവിക്കുന്ന അനുഭവപരമായ ഉയർച്ചയാണ് സുവിശേഷത്തിലെ പ്രതിപാദ്യം. യേശു നഥാനിയേലിനോട് പറയുന്നു, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടു. നഥാനിയേൽ യേശു ദൈവമാണെന്ന് ഒറ്റ വാക്കുകൊണ്ട് തിരിച്ചറിയുന്നു. കാരണം നഥാനിയേൽ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നത് പ്രാർത്ഥിക്കാനായിട്ടാണ്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കാണുന്നത് ആരായിരിക്കണം എന്നതിനെ കുറിച്ച് നഥാനയിലും നല്ല ബോധ്യമുണ്ട്. നമുക്ക് ആ ബോധ്യമില്ലെങ്കിലും നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവം കാണുന്നില്ല എന്നാണ്. ദൈവത്തിന് കണ്ണ് കാണില്ല എന്നൊക്കെ പരാതി പറയുന്നവരാണല്ലോ നമ്മൾ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കാണുന്നത് ദൈവമാണ്. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ കണ്ട ഒരാളെ കുറിച്ചാണ് നഥാനയേൽ പറയുന്നത്, റബ്ബി, അങ്ങ് ദൈവവും തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, സ്വർഗം തുറന്നിരിക്കുന്നതും മാലാഖമാർ ഇറങ്ങി വരുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നത് നീ കാണും. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ ദർശനം നിനക്കുണ്ടാകും, അത്ഭുതകരമായി നിനക്ക് കാണാൻ കഴിയുമെന്ന് നഥാനയേലിനോട് യേശു പറയുന്നു. യഥാർത്ഥ ഇസ്രായേലിൽ നിന്നാണ് യേശു നഥാനയേലിനെ വിളിക്കുക. ചിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാനുഭവത്തിനകത്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടാവുന്ന ഒരു നൈർമല്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നിഷ്കളങ്കത നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പ്രാർത്ഥന ദൈവവുമായുള്ള സംയോജനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. അപ്പോഴാണ് ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാകുക. യേശുവിനെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു തലം ആവശ്യമുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. അത്തിമരത്തിന് ചുവട്ടിരുന്ന നഥാനയേലിന് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് നീ അത്തിമരത്തിന് ചുവട്ടിൽ നിന്ന് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ നഥാനയേലേറ്റ് പറയും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മെ ദൈവം കണ്ടുമുട്ടിയതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. മറ്റാരും നമ്മെ സഹായിക്കാനില്ലാത്തപ്പോൾ, മറ്റാരും നമ്മുടെ വാക്ക് കേൾക്കാനില്ലാത്തപ്പോൾ, ആരും നമുക്ക് തുണയില്ലാത്ത സമയത്ത് നമ്മുടെ ഹൃദയവിചാരങ്ങളെ മനസ്സിലാക്കുന്നവരെ ക്രിസ്തുവിൽ നാം കണ്ടിട്ടുണ്ട്. ആരോടും നമ്മൾ സത്യം പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. നാം നേരിട്ട വിഷമം മനസ്സിലാവുന്നില്ല. നാം അനുഭവിക്കുന്ന വേദന മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ഹൃദയത്തിനകത്ത് നമ്മെ മനസ്സിലാക്കിയ, നമ്മെ തിരിച്ചറിഞ്ഞ, നമ്മുടെ കുറവുകളും പോരായ്മകളും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരാളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ദൈവമാണ്. നിന്റെ ദുഃഖങ്ങൾ അറിയുന്ന, നിന്റെ ഏകാന്തത അറിയുന്ന, ഒറ്റപ്പെടൽ അറിയുന്ന, നിന്റെ വേദന അറിയുന്ന, രോഗം അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിന്റെ അകത്തുണ്ട്. ആ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഈ ജനന അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റും. യേശുവിനെ അങ്ങനെ ഹൃദയഭാവമായി കണ്ടതുകൊണ്ട് നഥാനയേൽ സ്വർഗീയ ദർശനത്തിന് യോഗ്യനായിത്തീരുന്നു എന്നാണ് യേശു പറയുക. യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ എപ്രകാരമായി തീരണം? എഫെസ്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ വ്യർത്ഥചിന്തയിൽ മുഴുകുന്ന വിജാതിയരെ പോലെ ആകരുത്. പഴയ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്ന ഒരു അനുഭവമാണ് ക്രിസ്തുവിൽ നവീകൃതമാകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ മനസ്സിന്റെ ചൈതന്യം വഴി നവീകരിക്കപ്പെട്ട് ക്രിസ്തുവിൽ ഒന്നായി തീരുന്ന അനുഭവം. അത്തരമൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. മംഗളവാർത്ത കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം വചനം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരുങ്ങുന്നതുമെല്ലാം ഈ ഒരു വിമോചന അനുഭവം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. നമ്മുടെ അകത്ത് വളരെ കാലങ്ങളായി ആസക്തികളാൽ കലുഷിതനായ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. കുറവുകളും പോരായ്മകളും ഒക്കെ നിരന്തരമായി നമ്മിലേക്ക് ഒഴുക്കുന്ന ഒരുവൻ. ഈ ലോകത്തിലെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനോഭാവം. ആ മനോഭാവത്തെ ഉരിഞ്ഞു മാറ്റുന്നതിനെ കുറിച്ചാണ് പറയുക. ആസക്തികളാൽ കലുഷിതനായ വഞ്ചന നിറഞ്ഞവനെ പിഴുതു മാറ്റണം. എന്നിട്ട് മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടണം. യേശുവിനെ ധരിക്കുന്നവരായിട്ട് മാറണം. ചിലറ്റും പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജനനാനുഭവത്തിലേക്ക് പ്രവേശിക്കാനാണ് നാം വിളിക്കപ്പെട്ടിട്ടുള്ളതെന്നും യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ അത് ബാഹ്യതലത്തിലുള്ള ഒരു ആഘോഷമല്ല, ഒരു ആചാരപരമായ കാര്യം മാത്രമല്ലെന്നും അത് ഹൃദയപരമായി ഇപ്രകാരം നവീകൃതമാകുന്ന അനുഭവത്തിലേക്കുള്ള വിളിയാണെന്നും തിരിച്ചറിയാൻ നമുക്ക് വേണം. ക്രിസ്തുമസ് ബാഹ്യമായിട്ട് ആഘോഷിക്കാൻ ഒട്ടേറെ ഒരുങ്ങുന്നവരാണ് നമ്മൾ. ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്
വർണ്ണപ്രപഞ്ചങ്ങൾ ഒരുക്കാനും പുത്തനൊടുക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ ഈ നാളിൽ നാം ശ്രദ്ധിക്കും. ജീവിതത്തിന്റെ വഴിയിൽ എത്രത്തോളം ക്രിസ്തുവിനെ ധരിക്കുന്നവരായി, പ്രകാശിപ്പിക്കുന്നവരായി, സ്വന്തം ആസക്തികളിൽ നിന്നും അശുദ്ധികളിൽ നിന്നും വിമോചനം പ്രാപിച്ചവരുമായി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നതാണ് ക്രിസ്മസിന്റെ വിജയം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് അങ്ങനെ യാഥാർത്ഥ്യത്തിൽ ആഘോഷിക്കാൻ, ആ ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് വരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.